നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട കലാപരിപാടിയാണ് യൂട്യൂബ് ചാനലിലൂടെ വന്നിട്ട് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പോയി പറയാന്ന് പറയും. ഈ വിളിച്ചു പോയി പറയാന്ന് പറഞ്ഞിട്ട് തൊട്ടു മാന്തി പിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടൊരു യൂട്യൂബ് വീഡിയോ ഉണ്ട്, പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. ഈ ചാനലിന്റെ പേരടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 40-45 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു ഫാമിലിയാണ്. ഈ ഫാമിലിയുടെ സ്നേഹം കണ്ടു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ ഇതുപോലെ സ്നേഹിക്കുന്ന മറ്റൊരു കുടുംബം ഇല്ലെന്നൊക്കെ തോന്നും. അവസാനം ഇവർ തമ്മിൽ ഭയങ്കര വഴക്ക് ബഹളം, രണ്ടുപേര് രണ്ട് പക്ഷത്തിരുന്ന് വീഡിയോ ഇടാൻ തുടങ്ങി. 40-40 ലക്ഷം വ്യൂ വന്നിട്ടുണ്ടായിരുന്നു. വലിയ ബഹളമായിരുന്നു സംഭവം. സ്വന്തം ഭാര്യയെ, ഗർഭിണിയായ ഭാര്യയെ ചവിട്ടി എന്നൊക്കെ പറയുന്നു, ബഹളം വെക്കുന്നു. അവസാനം ഇവിടെ ആർക്കും പരാതിയില്ല. കുറേ വ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ എന്നിട്ട് ഇവർ യൂട്യൂബിൽ നിന്ന് ആ വീഡിയോ മുക്കിയിട്ട് അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. ഗൈസ് എന്തൊക്കെയുണ്ട്, സുഖമാണോ, പ്രസവരക്ഷയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പുറത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം വീട്ടിൽ ഒരു ഹോളിനകത്തിരുന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് സ്പേസിലിരുന്ന് സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ യൂട്യൂബിനകത്തോട് വന്നിട്ട് പറയാൻ നാണമില്ലേ, ഉളുപ്പില്ലേ, വൃത്തികെട്ട ഏർപ്പെടല്ലേ സ്വന്തം കുടുംബത്തെ കാര്യങ്ങളൊക്കെ യൂട്യൂബിലൂടെ വന്ന് പറയുന്നത്. ഒരു സമയത്തൊക്കെ യൂട്യൂബിലൊക്കെ തുടങ്ങിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്നവരുണ്ട്, കിച്ചൺ വ്ളോഗ്സ് ചെയ്യുന്നവർ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പോൾ വീട്ടിൽ നടക്കുന്ന, സ്വന്തം ബെഡ്റൂമിൽ നടക്കുന്ന വഴക്ക് വരെ എടുത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് സംസാരിക്കുകയാണ്. അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനിയൻ്റെ സ്വഭാവം ശരിയല്ല, ചേട്ടൻ്റെ സ്വഭാവം ശരിയല്ല, അവൻ പ്രശ്നക്കാരനാണ്, അച്ഛൻ അങ്ങനാണ്, മകൻ ഇങ്ങനാണ്, അച്ഛനെ തല്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് 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 ആൾക്കാരിയ്ക്കുകയാണ്. 50 ലക്ഷത്തോളം ആൾക്കാരൊക്കെയാണ് ഈ വീഡിയോ വന്ന് കാണുന്നത്. നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കി കഴിയാൻ നേരത്ത് ഈ വീഡിയോ ഒക്കെ മുക്കിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് അങ്ങ് പോവുക. അപ്പം നാളെ ഒരാൾ വന്നിട്ട് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ബഹളമാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ അങ്ങ് സംസാരിച്ചാൽ മതിയോ? ഭാര്യയെ ചവിട്ടി, ഒരു സ്ത്രീയെ ചവിട്ടി എന്നൊക്കെ പറയുന്നു. അത് ഗർഭിണിയായ ഒരു സ്ത്രീയെ ചവിട്ടി എന്ന് പറയാം. ഇവർക്ക് കംപ്ലൈന്റ് ഇല്ലെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ. ഗവൺമെന്റ് ഒക്കെ അല്ലെങ്കിൽ വനിതാ കമ്മീഷനൊക്കെ പിന്നെ എന്ത് പിണ്ണാക്കിനെ ഇരിക്കുക? സ്വമേധ കേസ് എടുത്തൂടെ ഇവരെ പോലുള്ള ആൾക്കാർക്കെതിരെയൊക്കെ? പബ്ലിക്കായിട്ട് കുട്ടികൾ ഉൾപ്പെടെ യൂസ് ചെയ്യുന്നതാണ് യൂട്യൂബ് ചാനൽ. അപ്പോൾ അതിനകത്തേക്ക് വന്ന മെസ്സേജാണ് സ്വന്തം വീട്ടിൽ ഗർഭിണിയായ ഭാര്യ വരെ അടിച്ചു, മർദ്ദിച്ചു, അച്ഛനെ ചവിട്ടി, അച്ഛനെ ഇടിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബഹളമാണ്. ഇവർ കുടുംബത്തിലെ സകല വഴക്കും ചപ്പും ചവറും ഒക്കെ എടുത്ത് യൂട്യൂബിലിട്ട് സംസാരിക്കുകയാണ്. ഇപ്പോഴൊരു പ്രധാനപ്പെട്ട ട്രെൻഡാണ് വീട്ടിൽ പറഞ്ഞു തീർക്കേണ്ട കുടുംബ വഴക്ക് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഛർദ്ദിക്കുന്ന പരിപാടി. ഇതിനകത്ത് നല്ല വ്യൂ ആണെന്നുള്ളതാണ് ഇതിനകത്ത് കോമഡി. ഇഷ്ടം പോലെ വ്യൂ ആണ്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് ഇവരുടെ പേരടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന കലാപരിപാടിയാണ്. ഇതുപോലെ വേറൊരു ചാനലുണ്ട്, ഉണ്ണിബാബ വ്ളോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ. അപ്പോൾ അതിനകത്ത് ഈ ഓണ സമയത്ത് അവരുടെ അച്ഛൻ ഗൾഫിൽ മരിച്ചുപോയായിരുന്നു. ഗൾഫിൽ നിന്ന് മരിച്ചുപോയത് നോക്കാൻ നേരത്തെ ഇവരും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ് ഇവർ. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ എങ്ങനെ ഇവർ സംസാരിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ അമ്മയ്ക്കും മകൾക്കും എതിരെ ഭർത്താവിൻ്റെ അമ്മ വന്നിട്ട് വേറൊരു യൂട്യൂബ് ചാനലിൽ ഒരു ഇന്റർവ്യൂ എടുക്കുന്നു. അതിനുള്ള മറുപടി എന്ന് പറഞ്ഞിട്ട് ഈ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് അമ്മയും മരുമോളും മക്കളും ഒക്കെ ആയിട്ട് ഇരുന്ന് സംസാരിക്കും. ഇത് കാണാൻ നേരത്തെ എനിക്ക് മാത്രമാണോ എന്ത് ഉളുപ്പില്ലായ്മയാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. എന്ത് ഉളുപ്പില്ലാത്തവരുടെയോ സ്വന്തം വീട്ടിലെ കാര്യങ്ങളൊക്കെ വന്ന് യൂട്യൂബ് ചാനലോട്. ഇപ്പോൾ വേറൊരു ചാനല്, ഞാനത് ഓപ്പൺ പോലും ചെയ്ത് നോക്കിയില്ല, ഒരു VR ഇൻ ലവ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ. ഒരു ഭാര്യ ഭർത്താവ് കൂടെ ഇവിടെ പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനവും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ പല കോണ്ടന്റ് ക്രിയേറ്റേഴ്സും റിയാക്ഷൻ വീഡിയോ ചെയ്യാറുണ്ട് ഇവരുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കയറി നോക്കില്ല. അവിടെയും പരദൂഷണവും സ്വന്തം വീട്ടിലെ കാര്യം, അച്ഛനും അമ്മ പെങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തിരുന്നിട്ട് ബാക്കിയുള്ള ആൾക്കാർ അതിന് മറുപടി എന്ന് പറഞ്ഞ് യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇത് സ്വാഭാവികമായിട്ട് ഇതിപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കുറച്ച് ആൾക്കാരും വരും. കുറേയൊക്കെ കഴിയാൻ നേരം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് നടപടി എടുക്കേണ്ട കേസാണ് ഇതൊക്കെ. സത്യം പറഞ്ഞാൽ ഇതുപോലൊരു ഇഷ്യൂ വന്നിട്ട് സോഷ്യൽ മീഡിയ പറയുന്നു, പിന്നെ ഇവർക്ക് കേസില്ല. ഇതിനകത്ത് കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിലെ ഫാമിലി ഇഷ്യൂവും അല്ലെങ്കിൽ ഭാര്യയെ തല്ലി അല്ലെങ്കിൽ അച്ഛനെ തല്ലി ഗർഭിണിയുടെ വയറ്റിൽ ചവിട്ടി എന്നൊക്കെ പറയുന്ന ടീമിനൊന്നും കേസില്ലെന്നുള്ള കേസില്ല. എന്നിട്ട് ഇവരിത് അയ്യോ നമ്മൾ അറിഞ്ഞില്ലേ എന്നുള്ള ഭാവത്തിൽ അടുത്ത വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കഴുതകളെ പോലെ മനുഷ്യന്മാർ പോയിട്ട് ഈ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. നടപടി എടുക്കാൻ ഇവിടെ ഒരു ഗവൺമെന്റും ഇല്ല, ഇവിടെ ഒരു സംവിധാനവും ഇല്ല. എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നിയത്? നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുന്നവരും പരിഗണിക്കുക.